വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ് റിക്വയർഡ് അലൈനിങ് ദ ആക്സിൽ ഷാഫ്റ്റ് ഹോൾ ആൻഡ് സ്ലോട്ട് ഓഫ് ദി നെറ്റ് ഫോർ ലോക്കിംഗ്. അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് നെറ്റ് അല്ലെ, വിച്ച് ടൈപ്പ് ഓഫ് നെറ്റ് റിക്വയർ അല്ലെങ്കിൽ ദി ആക്സിൽ ഷാഫ്റ്റ് ഹോൾ ആൻഡ് സ്ലോട്ട്, ആക്സിൽ ഷാഫ്റ്റ് ഹോളും സ്ലോട്ട് ഫോർ ദി ലോക്ക് നെറ്റ് സ്ലോട്ട് ഫോർ ദി ലോക്ക് നെറ്റ് ഫോർ ലോക്കിംഗ്. കാഷ്യൽ നെറ്റ്, ചെക്ക് നെറ്റ്, തമ്പ് നെറ്റ്, സെൽഫ് ലോക്ക് നെറ്റ്. ഇത് നമ്മൾ എവിടെ പഠിക്കുന്നത്? ഈ ഒരു ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ടല്ലോ, നമ്മൾ ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട് അല്ലെ. ആ ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് ഫോർ നെറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഭാഗമുണ്ട്. നമ്മൾ നെറ്റിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലോക്കിംഗ് അറേഞ്ച്മെന്റ്സ് വരുന്നുണ്ട്, അവിടെ നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഡ്രോയിങ്ങിലും തന്നെ വരച്ച് പഠിച്ചിട്ടുള്ള ഒരു ഭാഗമാണ് ഇത്, ലോക്കിംഗ് അറേഞ്ച്മെന്റ് ഫോർ നെറ്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് നെറ്റാണ്, ഏത് ടൈപ്പ് ഓഫ് നെറ്റ്സ് ആണ് അല്ലെ, ഏത് ടൈപ്പ് ഓഫ് നെറ്റ്സ് ആണ് എന്ത് ചെയ്യുന്നത്? ആക്സിൽ ഷാഫ്റ്റിലെ ഹോളും അതേപോലെ തന്നെ നെറ്റിലെ സ്ലോട്ടും തമ്മിൽ ഒരേ ലെവലിൽ കോയിൻസിഡൻസ് വരേണ്ട ഒരു നെറ്റ് എന്ന് പറയുന്നത് അല്ലെ. ഏതാണ്? സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും അറിയാം, കാഷ്യൽ നെറ്റാണ് അല്ലെ. ഈ കാഷ്യൽ നെറ്റിൽ ആക്സിൽ ഹോളും കാഷ്യൽ നെറ്റിലുള്ള ഹോളും, ഇത് കാഷ്യൽ നെറ്റ്, ഇതിൽ ജസ്റ്റ് ഇവിടെ സ്പ്ലിറ്റ് പിന്ന് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, കാഷ്യൽ നെറ്റ് കാണിച്ചിട്ടില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഈ കാഷ്യൽ നെറ്റിലെ, ഇതാണ് കാഷ്യൽ നെറ്റ് എന്ന് പറയുന്നത്. ഈ കാഷ്യൽ നെറ്റിലെ ഹോളും അതേപോലെ തന്നെ ഈ ബോൾട്ടിലെ ഹോളും പ്രോപ്പർ ആയിട്ട് വന്നാൽ മാത്രമേ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പിന്നിട്ടാണ് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നെറ്റ്, ഇവിടെ ഇതിന്റെ ഉള്ളിലെ കാഷ്യൽ നെറ്റ് ഇവിടെ കറക്റ്റ് കാണാൻ പറ്റും. കാഷ്യൽ നെറ്റ് ഹാസ് എ സ്ലോട്ട് ഉണ്ടാവും അല്ലെ, ഡിഫറെന്റ് സ്ലോട്ടുകൾ ഉണ്ടാവും. ഇങ്ങനെ ഒരു 6 സ്ലോട്ടുകൾ, ഇങ്ങനെ 3 ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുള്ള സ്ലോട്ട്സ് ആണ് നോർമലി കാണാറുള്ളത്. ആഫ്റ്റർ ടൈറ്റനിങ് ദ ഹോൾ ഇൻ ദി ആക്സിൽ ആൻഡ് ബോൾട്ട് ഈസ് അലൈൻഡ് വിത്ത് വൺ ഓഫ് ദി സ്ലോട്ട്. നമ്മൾ ഈ ബോൾട്ടിലുള്ള ഹോളും അതേപോലെ തന്നെ ഈ നെറ്റിലുള്ള ഹോളും കൂടിയിട്ട് എന്ത് ചെയ്യും? ഒരൊറ്റ അലൈൻമെന്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? അലൈൻ ചെയ്യണം. ദെൻ അതിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു സ്പ്ലിറ്റ് പിന്നോ അല്ലെങ്കിൽ ഒരു ക്വാർട്ടർ പിന്നോ അല്ലെ, ഒരു സ്പ്ലിറ്റ് പിന്ന് അല്ലെങ്കിൽ ക്വാർട്ടർ പിന്ന് അതിലൂടെ ടൈറ്റ് ചെയ്തതിന് ശേഷം അത് എന്ത് ചെയ്യുന്നു? ലോക്ക് ചെയ്ത് വെക്കുന്നു. നോർമലി യൂസ് ചെയ്യുന്നത് ആക്സിൽസിൽ, വീൽ ഹബ്സിൽ, അതേപോലെ സ്റ്റിയറിംഗ് ലിങ്കേജസിലൊക്കെയാണ്. കാരണം നമുക്ക് വൈബ്രേഷൻസ് ഒക്കെ വന്നിട്ട് ഊരി പോകാനൊക്കെ, നെറ്റൊക്കെ നമ്മൾ എത്ര ടൈറ്റ് ചെയ്താലും ബോൾട്ടിൽ നിന്ന് ഊരി പോകാൻ സാധ്യത ഉണ്ട് അല്ലെ. അത് വൈബ്രേഷൻസ് കാരണം അതിൽ നിന്ന് ലൂസായിട്ട് വരുമല്ലോ. അപ്പൊ അത് അങ്ങനെയൊക്കെ വരാൻ സാധ്യത ഉണ്ട് എന്നുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ദിസ് ടൈപ്പ് ഓഫ് കാഷ്യൽ നെറ്റ്സ് ആണ് നമ്മൾ നോർമലി ഉപയോഗിക്കാറുള്ളത്. അപ്പൊ അവിടെ എന്ത് ചെയ്യും? ഊരി തെറിക്കൂല, അവിടെ ആ സ്പ്ലിറ്റ് പിന്നിൽ തന്നെ കറക്റ്റ് ആയിട്ട്, സ്പ്ലിറ്റ് പിൻ ഉണ്ടായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് അവിടെ എന്ത് ചെയ്തിട്ടുണ്ടാവും? ലോക്കായിട്ട് നിൽക്കുന്നുണ്ടാവും. നമുക്ക് ഫാനിന്റെ നെട്ട് ബോൾട്ടൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത്, റൂഫിലൊക്കെ സീലിംഗ് ഫാനൊക്കെ ഹുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് പിന്നും കാഷ്യൽ നെറ്റ് ആയിരിക്കില്ല, അവിടെ ഒരു സ്പ്ലിറ്റ് പിന്നായിരിക്കും കൊടുക്കുക. ബോൾട്ടിൽ ഒരു ഹോൾ ഇട്ടുകൊണ്ട് അവിടെ നമ്മൾ സ്പ്ലിറ്റ് പിന്ന് കൊടുക്കാറുണ്ട്. ഇത് നെറ്റിലും കൂടി എന്തുണ്ടായിരിക്കും? ആ ഹോൾസ് ഉണ്ടായിരിക്കും അല്ലെ. കാഷ്യൽ നെറ്റിൽ സ്ലോട്ടുകൾ ഉണ്ടായിരിക്കും. ആ സ്ലോട്ടിലൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പിന്ന് കടത്തി വിടുന്നത്. സോ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, കാഷ്യൽ നെറ്റ് ആണ് ആൻസർ വരുന്നത്.